നമസ്കാരം. ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പാലക്ക് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചീര മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ബിരിയാണി പോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതായിരിക്കും. ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു കെട്ട് പാലക്ക് ചീരേനെ നന്നായിട്ട് 3-4 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ സോക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 5 മിനിറ്റ് അതിന് ശേഷം ഞാൻ അതിനെ അരിപ്പിലേക്ക് എടുത്ത് മാറ്റുകയാണ്, വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 പട്ട 5 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. പാന് മീഡിയമായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 4 ടീസ്പൂൺ. എന്നിട്ട് പട്ട, ഗ്രാമ്പു, 2 ബിരിയാണിയുടെ ഇല, 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, 3 പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഉള്ളി വാടി വരുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും നല്ലൊരു മണത്തിന് ചേർക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ ഒരു 8 മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കണം. മുട്ടയൊക്കെ കഴിച്ചതിന് ശേഷം ഫ്ലെയിമിനെ മീഡിയം ആക്കാം. എന്നിട്ട് ഉള്ളിയും മുട്ടയും നന്നായിട്ട് ഒന്ന് വെന്ത് അതിനെ കൊത്തി പൊരിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും കരിയിപ്പിക്കാതെ വേണം കൊത്തി പൊരിക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച പാലക്ക് ചീരനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാലക്ക് ചീരനെ വേവിച്ചെടുക്കണം. പാലക്ക് ചീര വെന്തതിന് ശേഷം അതിനുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആവണം. അപ്പോഴാണ് ഈ പാലക്കും മുട്ടയുടെ ഈ മിക്സ് നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒട്ടും ഇതിൽ വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ കരിയിപ്പിക്കാതെ ഫ്ലെയിം മീഡിയമിൽ വെച്ചിട്ട് ചീരനെ നന്നായിട്ട് മുട്ടയുടെ കൂടെ ഒന്ന് വേവിച്ച് എടുക്കണം. വേവിച്ച് എടുത്തതിന് ശേഷം ഇതിലൊന്ന് ടേസ്റ്റൊക്കെ നോക്കണം, ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന്. പാകത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ചീര നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും മസാലയുടെ. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് സൈഡിൽ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ചോറ് ഈ മുട്ടയും പാലക്കിൻ്റെ മിക്സ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ചോറ് വേവിച്ചെടുത്തത്. ഇവിടെ ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഒരു 95% വേവുണ്ട് അരിക്ക്. 95% വേവായതിൻ്റെ ശേഷം നമ്മളിവിടെ ചൂട്ടോടെ വേണം ദമ്മിടാൻ. ഇപ്പോൾ ആദ്യം നമ്മൾ മുട്ട പാലക്കിൻ്റെ മിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആറിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചോറുണ്ടാക്കിയതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ ആ മിക്സിനൊന്ന് ചൂടാക്കുക. ദമ്മിടുമ്പോൾ രണ്ടും നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ പാനിൽ താഴെ ഞാൻ ഒരു ലെയർ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ലെയർ ബാസ്മതി റൈസ് ചോറ് വെന്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലെയർ മുട്ട പാലക്ക് ബിരിയാണിയുടെ മിക്സ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുരുമുളക് റഫായിട്ട് പൊടിച്ചത് ഒരു ലെയർ വെതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല. ഇതുപോലെ നമുക്കിങ്ങനെ ലെയറായിട്ട് ദമ്മിടണം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ലെയർ ചോറ്, ഒരു ലെയർ മുട്ട പാലക്ക് ഉള്ളിയുടെ ആ മിക്സ്, കുറച്ച് റഫായിട്ട് പൊടിച്ച് വെച്ച കുരുമുളക്, ചെറുതായി കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല, വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. തിരിച്ചും ഞാൻ ചോറ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ടയും പാലക്കിൻ്റെ മിക്സ് കഴിഞ്ഞു, അതുകൊണ്ട് ചോറ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചത് റഫായിട്ട് തരി അത് ഞാൻ മേലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കൊത്തമല്ലിയുടെ ഇല, വീണ്ടും മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ഇതിനൊന്ന് ഒരു 2-3 മിനിറ്റ് ദമ്മിടണം. ദമ്മിട്ടതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ കഴിക്കാൻ നമ്മൾ യൂസ് ചെയ്യരുത്. ഒരു 15 മിനിറ്റൊക്കെ ദമ്മിൽ തന്നെ അങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചോറിൽ പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പാലക്ക് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ പ്രോട്ടീൻസ്, പിന്നെ ചീരയുടെ വൈറ്റമിൻസ് എല്ലാം ഉണ്ട്. പിന്നെ ബിരിയാണി അരിയുടെ നല്ലൊരു ഫ്ലേവറും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂട്ടോടെ സെർവ് ചെയ്തിട്ട് ഓരോ ബൈറ്റും എൻജോയ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ മുട്ട ഒരു 2 ഗ്ലാസ് അരിക്ക് ഒരു 8 മുട്ടയെങ്കിലും എടുക്കണം. പിന്നെ ഒരു കെട്ട് പാലക്ക് ചീര മതി.
മുട്ട, ഉള്ളി ഇവിടെ നമ്മൾ കൂടുതലെടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. കൂടുതലെന്ന് വെച്ചാൽ 2 അല്ലെങ്കിൽ 3 ഉള്ളി നമുക്ക് വലിയ ഉള്ളി എടുക്കാം. എന്നിട്ട് വാടി വരുമ്പോൾ നമ്മൾ മുട്ടയും പാലക്കൊക്കെ വെന്തതിന് ശേഷം ഡ്രൈ ആയിരിക്കണം ആ മിക്സ്. അപ്പോഴാണ് നമ്മളിങ്ങനെ ദമ്മിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. പിന്നെ ബാസ്മതി റൈസ് വന്നിട്ട് 95% മാത്രം കുക്ക് ചെയ്യുക. നല്ല ചൂട്ടോടെ വേണം, രണ്ടും ചൂടായിട്ടിരിക്കുമ്പോൾ വേണം. മിക്സും ചോറും നല്ല ചൂടായിരിക്കണം, അപ്പോൾ വേണം ദമ്മിടാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.